ഹായ്, ടേസ്റ്റി കേരളയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ തലശ്ശേരി മട്ടൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സൺഡേ ആണ്, സൺഡേ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി. നമ്മളന്ന് തലശ്ശേരി പോയപ്പം പാരീസ് ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ച ഓർമ്മയുണ്ടോ നമുക്ക്? പിന്നില്ലേ, ടേസ്റ്റ് ഓർമ്മയുണ്ടോ? ടേസ്റ്റ് ഓർമ്മയുണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടനൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് എന്തൊക്കെയാ നമ്മൾ ചേർത്ത്? ഉപ്പ് ചേർത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില. 1 കിലോ മട്ടനാണെന്ന് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു നോക്കാം, അത് വേകാനായിട്ട്. നമുക്കിന്ന് നല്ല അടിപൊളി നാടൻ മട്ടനാണ് കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് ശരിയാക്കാം. ഇതൊരു 3 വിസിൽ കേൾക്കുന്ന വരെ നമുക്ക് വേവിക്കേണ്ടതുണ്ട്. ഒരു 3 വിസിൽ അത് കഴിയുമ്പോൾ ഇത് തുറക്കാം. അത് അതിനായിട്ട് നമുക്കിനിയിപ്പം ബാക്കിയുള്ള ഉള്ളിയൊക്കെ വഴക്കാം. ഇതുവരെ അവിടെ ഇരുന്ന് വേകട്ടെ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ, അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇപ്പം വഴറ്റാം. നമുക്ക് മട്ടൻ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മട്ടനകത്ത് ചേർക്കാനുള്ള മസാല നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മളിന്ന് സവാള വരട്ടിയെടുക്കാൻ പോകുന്നത്. എണ്ണ ചൂടായി. നമുക്ക് ഇതിനകത്ത് പൊടിക്കാത്ത കുറച്ച് മസാല അതിനകത്ത് ജസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട്. നമ്മൾ സവാള വഴറ്റുന്നതിന് മുമ്പ് അതിനകത്ത് മട്ടന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ കുറച്ച് മസാല നമ്മളിട്ട് അത് കഴിഞ്ഞ് സവാള ഇട്ട് അത് വാട്ടിയെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പാരീസ് ഹോട്ടലിൽ കണ്ടുപിടിച്ചാണ്. തലശ്ശേരിയിൽ പോയി ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കണ്ടുപിടിച്ച് ട്രാഫിക് ജാമിലൊക്കെ പെട്ട് 5 മിനിറ്റ് നടന്നൊക്കെയാണ് പാരീസ് ഹോട്ടലിൽ പോയത്. അവിടെ പോയി ആ ബിരിയാണി കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. എത്ര കഷ്ടപ്പെട്ട് കഴിച്ചതാണെങ്കിലും അവിടെ എത്തിയതാണെങ്കിലും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തു. ആ ടേസ്റ്റിൽ തന്നെ ഇന്നത് റെഡി ആവണം ഞങ്ങൾക്ക് ഇവിടെ മട്ടൻ ബിരിയാണി. അപ്പോൾ അത് ഓർത്ത് തന്നെ കഴിക്കണം. അപ്പോൾ കുറച്ച് ഉപ്പ് അതിനകത്ത് ചേർക്കണം നമുക്ക്. അത് ഇട്ടോ, അത്ര ഇട്ടോ. ഒന്ന് അടച്ച് വെക്കും. ഞങ്ങൾ റൈസ് ചെയ്യാനുള്ളതും കൂടെ റെഡിയാക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ റൈസും കൂടെ ഇതിനൊപ്പം ശരിയാക്കാൻ പോകണം. അതിന് സവാളയും നട്ട്സും റേസിൻസും ഒക്കെ വറുത്തെടുക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനോടൊപ്പം കുറച്ച് ഓയിലും കൂടെ ചേർക്കുകയാണ്. മതി, കുറച്ച് മതി. നോക്കിയിട്ട് നട്ട്സ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി ചൂടാവണ്ട. അതെടുത്തോ, കോരിക്കോ. അത് നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആവണം. ബോൾ പോലെ ആവുന്നെങ്കിൽ പെട്ടെന്ന് കോരിക്കണേ. ഗോൾഡൻ കളറായിട്ടുണ്ട്. സവാള ഇട്ടേ. ഇനി സവാള വറക്കാനുള്ള സവാള. നമ്മുടെ ഉള്ളി വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇനി എന്താ ചെയ്യുന്നതിനകത്തേക്ക്? ഇനി ഇതിനകത്ത് ചോറ് വെക്കാം. അപ്പോൾ ഇപ്പം എന്ത് ചെയ്യുന്നേ? മസാല എല്ലാം ഇടണം. നമ്മുടെ മുഴുവനത്തോടെ ഇട്ട് വെച്ചിരുന്ന മസാലകളൊക്കെ ഇട്ട് എന്നിട്ട് റൈസ് ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് അപ്പോൾ അതിലേക്ക് എന്താ മസാല ഇടണം. ഇതിനകത്ത് എന്തൊക്കെയാ നമ്മൾ ചേർത്ത? ഇപ്പം സാജീരകമുണ്ട്, പിന്നെ ഗ്രാമ്പൂ, പട്ട, പിന്നെ പിന്നെന്താ തക്കോലം, പിന്നെന്താ ബേ ലീവ്സ് ഇട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. ഏലക്കയുണ്ട്, ഇതിപ്പോ നമ്മൾ എത്ര സമയം വെച്ചു? 1 മണിക്കൂറായില്ലേ? ഇത് അരി ഇന്ത്യ ഗേറ്റിന്റെ അരിയാണിത്. അരി കുതിർത്തതിന് ശേഷം കോരി വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് സവാള ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. പാകമായിക്കൊണ്ടിരിക്കുന്നു മട്ടൻ ചേർക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർക്കാം. അരി ഒന്ന് റെഡി ആവട്ടെ. വെള്ളം ചേർക്കാറായ വെള്ളം തിളച്ചിട്ടുണ്ട്. രണ്ട് 3 മിനിറ്റ് ഇളക്കി ശേഷം അതിൻ്റെ അർത്ഥം അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന ഉപ്പ് ഇട്ട് ഇളക്കണം. നല്ല നീളമുള്ള അരിയായിരുന്നല്ലോ അന്ന്.
ബസ്മതി അരി ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ പാലിച്ചിൽ കഴിച്ചപ്പോൾ ഇതിൻ്റെ അരി ഏകദേശം അതുപോലെ ഇല്ലേ? ഇത് 2 ഗ്ലാസ് അരിയാണ് ഉള്ളത്. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഒഴിക്കുകയാണ്. എനിക്കൊരു സംശയം, അത്രയും വെള്ളം വേണമെന്ന്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. അത് വേഗം കറക്റ്റ് പാകം, അല്ലെങ്കിൽ അത് വേഗത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചോറിനിടുമ്പോൾ മുന്നിൽ നിൽക്കണം. അപ്പോൾ ഇച്ചിരി കൂടി നിൽക്കണം. അല്ല അങ്ങനെയാണെങ്കിൽ ചോറിന് നല്ല ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് കാണുള്ളൂ. നമ്മൾ ആ വെള്ളം നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നിൽ കൂടുതലായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സവാളയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വേഗം ചേർക്കണം. അത് വെന്തിട്ടുണ്ട്. തക്കാളി ഇടാൻ പോവാം. തക്കാളി അതിനു മുമ്പ് ഗാർലിക്, ജിഞ്ചർ ആ പേസ്റ്റ് ഇതിനകത്ത്, അത് കുറച്ച് പച്ചമുളക് ഇതിനകത്ത് ചേർത്തില്ലേ? ഇത് അധികമായിരിക്കില്ലേ? ഇല്ല ഇല്ല, മുളക് പൊടി കുറച്ചിട്ടാണ്. തക്കാളി ഇട്ടോ. ഇതെന്താ, ഇത് തേങ്ങാപ്പാലാണോ ഈ അരച്ച് വെച്ചേക്കുന്നത്? നട്ട്സ് അരച്ച് വെച്ചേക്കുന്നത്. ഓ, അണ്ടിപ്പരിപ്പ്, അതും കൂടെ കയറും. ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പരുവാകുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കും. കുറച്ച് 10-15 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മളത് ദം ചെയ്യാൻ എടുക്കുന്നത്. കുറച്ച് മുളക് മല്ലി ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം മതി. അത് നേരിയ ചൂടാക്കി വെച്ചിരുന്നതാണ് നേരത്തെ. ഞാൻ മസാലയും കൂടെ ചേർക്കാൻ പോവാണ്. നമ്മളിവിടെ തന്നെ പൊടിച്ചതാണ് അതിൻ്റെ മിക്സ് എല്ലാം. ഇതിനകത്ത് സാജീരകം തൊട്ട് കസകസ അങ്ങനെ എല്ലാ സാധനങ്ങളും, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി എല്ലാം ഇതിനകത്ത് നമ്മൾ ചേർത്താണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. ആഹാ, മട്ടൺ നല്ല സ്റ്റൈലായിട്ടിരിപ്പുണ്ടല്ലോ. ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വെന്ത് 4-5 മിനിറ്റ് ഒന്ന് വേകണം. അതാണ് നമ്മളിതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലി അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. കുറച്ച് ബാക്കി ബിരിയാണിയിൽ ചേർക്കാം. അടച്ചു വെച്ച് നമുക്ക് 4-5 മിനിറ്റ് വേവിക്കും. നന്നായിട്ട് ചേരുവയെല്ലാം ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഇരിക്കണം. കുറച്ചുകൂടെ വെള്ളം ചേർന്ന് കഴിഞ്ഞാലേ നമുക്ക് ശരിയാവുള്ളൂ. അപ്പോൾ തുറന്നു നോക്കാം. സ്പൂൺ തൈര് ഒഴിച്ച് 2 സ്പൂൺ തൈര് ഒഴിക്കാം. പുളിയില്ലാത്ത തൈരാണ് അതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത്. 2 സ്പൂൺ. നമുക്ക് റൈസ് ഒന്ന് തുറന്നു നോക്കാം. റൈസ് എന്തിരിപ്പുണ്ട്, ഞാൻ ചേർന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കുറച്ചും കൂടെ വെള്ളം ഇരിക്കണം, എന്നാലേ ചേർക്കാൻ പറ്റുള്ളൂ. ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ അടുപ്പ് കത്തിച്ച് അതിൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പാത്രത്തിൽ നിന്ന് പകുതി ചോറിഞ്ഞ് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് ഓരോരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പോകുന്നു. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, നട്ട്സ്, റൈസിൻസ്, മല്ലിയില കുറച്ചിടുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ മട്ടൻ കറി, മട്ടൻ കറി നമുക്ക് മേളിലിങ്ങനെ വെച്ച് കൊടുക്കണം. ചാറ് കഷ്ണവും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വയ്ക്കുന്നത്. ദമ്മായി കഴിയുമ്പോൾ ഈ ചാറൊന്നും കാണത്തില്ല. എല്ലാം ചോറിൽ നല്ല പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ബാക്കി മാറ്റി വെച്ചിരുന്ന ചോറോടിട്ട് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില എല്ലാം അതിൻ്റെ മേളിലിട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുങ്കുമപ്പൂവിൽ കുറച്ച് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് മേളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കളറ് കിട്ടും നമുക്ക്, നല്ല രസമായിട്ടുള്ള. അവിടെ ഇവിടെയും ചോറ് നല്ല മഞ്ഞ കളറിൽ കിട്ടും.
ഇതിന് മുകളിൽ അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ട് അടച്ചു വെക്കാമെങ്കിൽ ആവിയൊന്നും അടിയത്തില്ല. പക്ഷേ ഇത് ഇന്നിവിടെ ഇല്ല. അത് കാരണം ഞങ്ങളിത് വെറുതെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കാൻ പോവാണ്. വെയിറ്റിനായിട്ട് ഞാൻ എൻ്റെ ഇടികല്ലാണ് വെക്കുന്നത്. വെയിറ്റ് വെച്ചതിൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ദമ്മായിരിക്കും. അപ്പോൾ നമ്മളത് തുറന്ന് നോക്കാൻ പോവാണ്. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി, മട്ടൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.